ഹലോ, നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് കണ്ടാലോ? ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഷോർട്സ് മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാൻ മുഖത്ത് കുറച്ച് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുറേ കാലമായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് മുഖത്ത് ഇടുമ്പോൾ നന്നായിട്ട് സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവും. നല്ലൊരു മോയ്സ്ചറൈസർ കേട്ടോ. അതിന് ശേഷം ഞാൻ എൻ്റെ പിരികം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. ഞാൻ എപ്പോഴും ഐബ്രോസ് ചെയ്തു. ഞാൻ എൻ്റെ മുന്നത്തെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര കട്ടി കുറവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യാറുണ്ട്. ഞാൻ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ബ്രൗൺ ഷെയ്ഡാണ്. ഈ പിരികത്തിന് കട്ടി കുറഞ്ഞ ആൾക്കാർ മാക്സിമം ബ്രൗൺ ഷെയ്ഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബ്ലാക്ക് കൊണ്ട് എഴുതുമ്പോൾ നന്നായിട്ട് വരച്ചതായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷേ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് അത്ര അങ്ങനെ ഫീൽ ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. നമ്മളങ്ങനെ എഴുതിയിട്ടുണ്ടെന്നോ അങ്ങനെയൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നല്ലൊരു കളറുമാണത്. അപ്പോൾ ബ്രൗൺ എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും ചെയ്യും. അതിനുശേഷം ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ പാലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കൺസീലർ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കൺസീലറൊക്കെ രണ്ട് കണ്ണിലോട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ ഡാർക്ക്നെസ് ഒക്കെ നന്നായി ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസൈറ്റിൻ്റെ കൺസീലർ നല്ലതാണ്, നന്നായിട്ട് സ്കിന്നിൽ നന്നായിട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നു, നല്ല അഫോർഡബിളും ആണ്. അതിനുശേഷം ഞാൻ മാസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. മാസിൻ്റെ ഐ ഷാഡോ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിനൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ പിരികത്തിൻ്റെ, അതായത് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ആ ഒരു കോർണറിൽ ഞാൻ നന്നായിട്ട് ആ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം പിരികം നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം, നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് രണ്ട് സൈഡും നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് നല്ലൊരു ഡാർക്ക് ബ്രൗൺ എടുത്ത് എൻ്റെ കണ്ണിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് പിങ്ക്, അങ്ങനെ ഡാർക്ക് കളേഴ്സ് എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ചേരും കേട്ടോ. കാരണം ഒരു ഫേസ് ഒന്നുകൂടി ബ്രൈറ്റ് ആയ പോലെ തോന്നും. നമ്മൾ ഈ പിരികത്തിന് താഴെ ഫസ്റ്റ് ഇട്ട ഒരു വൈറ്റ് കളർ ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു കോർണറിൽ, അതും ഇത്തരത്തിലുള്ള ഡാർക്ക് കളറും കൂടി ചേരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ആ ഒരു ഐ പോർഷൻ നന്നായിട്ട് എടുത്ത് കാണിക്കും. അങ്ങനെ ഞാൻ ഈ ഒരു കളർ എൻ്റെ രണ്ട് കണ്ണിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കാജൽ എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കാജൽ യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എഴുതുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് ആകെ ഒരു കാജലേ ഉള്ളൂ. ഇത് ജസ്റ്റ് എൽബസിൻ്റെ കാജലാണ്. അങ്ങനെ രണ്ട് കണ്ണിലും കാജൽ എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ നല്ല കട്ടിയിൽ തന്നെയാണ് ഐലൈനർ എഴുതാറ്. അത് ചെറുപ്പം മുതൽ എഴുതാൻ തുടങ്ങിയ സമയം മുതൽ അങ്ങനെ തന്നെയാണ് എഴുതാറ്. കാരണം എൻ്റെ പിരികവും കണ്ണിൻ്റെ ആ ഒരു പോർഷൻ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വണ്ണത്തിൽ തന്നെ എഴുതാൻ പറ്റും. എനിക്ക് അങ്ങനെ എൻ്റെ കണ്ണിൽ അങ്ങനെ വണ്ണത്തിൽ എഴുതി കണ്ടാലോ ഇഷ്ടം. അങ്ങനെ കണ്ണൊക്കെ ഞാൻ നല്ല രീതിയിൽ എഴുതിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു മസ്കാര ഇടുന്നുണ്ട്. ഞാൻ മാസിൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതിന് രണ്ട് കണ്ണിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മസ്കാര അങ്ങനെ പ്രോപ്പറായിട്ട് ഇടാൻ അറിയൊന്നുമില്ല. ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഇടാറ്. ആദ്യം ഇട്ടപ്പിക്ക് വലിയ ചേഞ്ചൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ 2-3 വട്ടം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ രണ്ട് കണ്ണിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പല വീഡിയോസിലും താഴെ ഇട്ട് കൊടുക്കുന്നത് കാണാറുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ സെറ്റ് ആവില്ല, കാരണം എൻ്റെ ഫേസിലാവലുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് താഴെയും കൂടി ഒന്ന് ഇടാൻ. വലിയ ചേഞ്ചൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടാൻ വിചാരിച്ചിട്ട് ലിപ് ബാം ഇട്ടതിന് ശേഷം മൈഗ്ലാമിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് കപ്പ് കേക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പക്ഷേ എന്താ വെച്ചാൽ നല്ല ബ്രൈറ്റ് കളറാണ്. അപ്പോൾ ഇട്ടതിന് ശേഷം കുറച്ചായിരുന്നു ഞാൻ ഒപ്പി എടുക്കാറുണ്ട് ആ ഒരു ബ്രൈറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷം മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഐ മേക്കപ്പ് ലുക്ക്. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഞാൻ ഈ ഒരു രീതിയിലാണ് എൻ്റെ ഐ മേക്കപ്പ് ചെയ്യാറ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കേട്ടോ ഇത്. നമ്മൾക്ക് വല്ല ഫംഗ്ഷന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കോളേജിലേക്ക് പോവുകയാണെങ്കിലോ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ബൈ.